ജവാദ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു അനുജ സഹോദരൻ വളരെ മനോഹരമായി പാടിയ ഒരു ഗാനം ഞാൻ കേൾക്കാനിടയായി. ആ പാട്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ വളരെ മനോഹരമായി പാടുന്നെങ്കിലും ഇത് അതിനേക്കാൾ വളരെ ജീവസുറ്റ രീതിയിലാണ് ഈ സഹോദരൻ പാടുന്നത്. എന്തുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഖുർആനിലെ അറബുണ്ടല്ലോ, ആ അറബ് പദപ്രയോഗങ്ങളും അതിൻ്റെ പാരായണവുമൊക്കെ കുറേ പേർ ഈ സമൂഹത്തിൽ പള്ളിയിൽ എന്തോ നിഗൂഢമായി നടക്കുന്നു, അവർ പഠിപ്പിക്കുന്നത് അതാണ് ഇതാണ്, അവർ പള്ളിയിൽ പോയി 5 നേരവും പരിശീലനം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ മുന്നിൽ ഈ 5 നേരവും പ്രാർത്ഥിക്കാൻ പോകുന്ന ഓരോ വിശ്വാസിയും ആവർത്തിച്ചാവർത്തിച്ച് തൻ്റെ പ്രാർത്ഥനയിൽ ചെല്ലുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന, പറയുന്ന, മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന, ഓതുന്ന, പാരായണം ചെയ്യുന്ന വരിയാണ്, അത്തരമൊരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലാണ് ചിലരൊക്കെ ഈ വഴിപിഴച്ചവർ, വഴികേടിലായവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയതിനെ അത് ജൂതന്മാരെയാണ്, നസ്രാണികളാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചവർ പലതുമൊക്കെ ഓരോ ഘട്ടങ്ങളിൽ എഴുതി വെച്ചത് ഉപയോഗിച്ച് പിന്നീടത് വിദ്വേഷത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ് ദേ ഒരു സഹോദരൻ. എനിക്ക് നേരത്തെ ഒരാൾ ഈ വിശുദ്ധ ഖുർആൻ ഒരു പദ്യരൂപത്തിൽ എഴുതിയത് അയച്ചു തന്നിരുന്നു. പക്ഷേ അത് ഈണത്തിൽ ചൊല്ലിയതൊന്നും അല്ലാത്തതുകൊണ്ട് അതൊരു പുസ്തകമായിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങോട്ട് എൻ്റെ ക്ഷമയ്ക്കും പ്രായത്തിനും അന്നത് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റിയില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പുസ്തകം പാരായണം ചെയ്തതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ദേ ഈ വരികൾ കേൾക്കാം. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമാർത്തിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിതുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഇതാണ് അതിലെ വരികൾ. എന്ത് ഭംഗിയായിട്ടാണ് ആലാപനം ചെയ്തിരിക്കുന്നതും ആ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും അതിനെ തർജ്ജിമപ്പെടുത്തിയിരിക്കുന്നതും. നമ്മൾ ഈ അറബ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനത്തിൽ ഒരു മാനവികതയുടെ പക്ഷം കൂടി ചേർത്ത് വെച്ച് പലതും എടുത്ത് പ്രയോഗിക്കുമ്പോൾ കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ കൂടുതൽ സാംസ്കാരിക മേന്മയുള്ള പദങ്ങളും അതുപോലുള്ള ചിന്തകൾ കൂടി ചേർത്ത് വെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കാലം ഒരുപാട് മാറിയില്ലേ. പണ്ട് നമ്മൾ പലരെയും ജാതിപ്പേര് കൂടി ചേർത്ത് പേര് വിളിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കുന്നവരുടെയൊക്കെ പേരുകൾ പലതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ആവർത്തിക്കുന്ന പോലുമില്ല. കാരണം ഇന്നത് അത്രയ്ക്ക് മ്ലേച്ഛമാണ് ആ പ്രയോഗം. അതുകൊണ്ട് ഇതിലും ചില കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ആ എഴുതി വെക്കുന്നത് അന്നത്തെ കാലത്തിന് സാധൂകരിക്കത്തക്ക നിലയിൽ എഴുതി ഉപയോഗിച്ച പദങ്ങളൊക്കെയും ഇന്ന് പലതും കാലഹരണപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിനെ ആ പദങ്ങൾ മാറ്റി, അർത്ഥങ്ങളല്ല, ആ പദങ്ങളുടെ പ്രയോഗം മാറ്റി അതിനെ ഭംഗിയാക്കുക എന്ന തരത്തിലേക്ക് ഉള്ള ഒരു ദൗത്യം കൂടി സമുദായം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിലുണ്ട്.